ഇവിടെ ഒറ്റൊരു അജണ്ട മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാവൂ, വാർ നീക്കണം. ഞാൻ ബേസിക്കലി ഈ പുട്ടിനേക്കാളും ഞാൻ സപ്പോർട്ടീവായിട്ട് ഉക്രൈൻ്റെ കൂടെ. കാരണം റഷ്യ അവിടെ ഇൻവേഡ് ചെയ്തതാണ്. റഷ്യ ഒരു കാരണവശാലും ചെയ്യാത്ത കാര്യം അത് ചെയ്തു. പക്ഷെ ഇത്രയും നാൾ വാർ കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ആർക്കാ? ഉക്രൈന് കിട്ടി, അതേപോലെ റഷ്യക്ക് കിട്ടി. റഷ്യയുടെ ഏതാണ്ട് 2.5 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. ഉക്രൈനിൽ ഏകദേശം എത്ര പേരാ ഡിസ്പ്ലേസ്ഡ് ആയപ്പോൾ എത്ര പേരാ കൊല്ലപ്പെട്ടത്? 60,000 പേരെ കാണാനില്ല. ഇനി ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വാർ അങ്ങനെ തീരത്തില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇത് വാർ തീർക്കണം, അതാണ് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. പല ആവർത്തി പ്രസിഡന്റ് പുടിനുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് ഒരു നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പം അമേരിക്ക പറഞ്ഞ ചില കാരണങ്ങൾ, അതായത് ഈ ഉക്രൈൻ്റെ ഡിമാൻഡ് അതവർ അംഗീകരിക്കാൻ തയ്യാറാണ്. അതനുസരിച്ചാണ് ഫർദർ ഈ ഡ്രാഫ്റ്റ് ഡീല് കൊണ്ടുവന്നത്. അപ്പം അതും തെറ്റിച്ച് ബഹളം ഉണ്ടാക്കി ഇതെല്ലാം പറഞ്ഞൊപ്പിച്ചതാണ്. എല്ലാം അന്യോന്യം എഗ്രിമെൻറ്റിൽ വന്നതാണ്. പിന്നീട് അതെല്ലാം തെറ്റും പറഞ്ഞ് അത് നാശക്കോടാലിയാക്കിയിട്ട് അത് കുളമാക്കി മാറ്റി. അതായത് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഈ വ്ളാദിമിർ സെലൻസ്കി അയാളുടെ പോപ്പുലർ നേരെ ഡിപ്പ് ചെയ്തു.